അതേപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവും, അത് മഞ്ചേരി ഏതെങ്കിലും ഒരു ഹാളിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതിൽ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ഉള്ള വലിയ രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്ന ലീഡേഴ്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളൊന്നും വന്ന സമയത്ത് ഇത്രയും സൗകര്യങ്ങളോട് കൂടെ വന്ന ആളുകളല്ല. പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും മീറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ട്രെയിനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വീട്ടിനുള്ളിൽ ഇരുന്ന് പോലും പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എത്രത്തോളം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആളുകൾ രാവിലെ തൊട്ട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടെ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ഒരുക്കി തന്ന ഒരു അവസരമാണ് iPlace. അപ്പോൾ നിങ്ങൾ വിജയം ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും ഇതിൽ വന്നിട്ടുണ്ടാവുക. 100% നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സൈനപ്പ് എടുക്കുന്ന സമയത്തും അവരെ ലിങ്ക് വിട്ടുകൊടുക്കുക, സൂം ഡൗൺലോഡ് ചെയ്യുക. ഇതൊരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാണ്. അപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ പറ്റും. വിജയിച്ച ആളുകള് വിജയിച്ച സ്റ്റെപ്പുകൾ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ സിമ്പിളായിട്ട് നൈസായിട്ട് പറയുന്ന ഈ ഒരു ശേഷം നിർബന്ധപൂർവ്വം കേൾപ്പിക്കുക. അതേപോലെ തന്നെ അതേ കുറച്ച് മുന്നേ ലീഡേഴ്സും ഞാനൊക്കെ തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ ഒരു അറ്റൻഡൻസ് ബുക്ക് വാങ്ങിക്കുക. അറ്റൻഡൻസ് ബുക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ ടീമിൽ ആരൊക്കെ ഈ ഒരു മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പൊ ഞാന് ടീം അംഗങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇടുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മീറ്റിംഗ് എടുക്കുന്ന ദിവസം മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, ഞാൻ സ്ക്രീൻ ഓൺ ആക്കാറുള്ളൂ. കാര്യം മറ്റൊന്നുമല്ല, രാവിലെ ഇറങ്ങുന്നതിന്റെ മുന്നേ 1 മണിക്കൂർ സമയം വളരെയധികം തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും. അപ്പോ വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ വളരെയധികം താല്പര്യമുണ്ട്, പക്ഷെ അതിന് കഴിയാറില്ല. പക്ഷേ എന്നിരുന്നാലും ഏതൊക്കെ അംഗങ്ങള് ഒരു TCക്ക് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ട്രാക്കറിന് ബ്രാഞ്ച് 1ലും 2ലും എത്ര പേര് ഈ മീറ്റിങ്ങിൽ കയറുന്നുണ്ട് എന്നുള്ളത് ഞാൻ എന്റെ ജോലിയുടെ കൂട്ടത്തിൽ ഞാൻ ഓരോരുത്തരും ഇങ്ങനെ റോൾ ചെയ്ത് നോക്കുന്നുണ്ടാവും. ആ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇല്ലാത്ത ആളുകളെ ഞാൻ അപ്പൊ തന്നെ വിളിക്കും. എന്തുകൊണ്ട് മീറ്റിങ്ങിൽ കയറിയില്ലാന്ന് ചോദിക്കും. അപ്പൊ ഇനി ചില സമയത്ത് ഞാൻ കാണാനിട്ടായിരിക്കും. അപ്പൊ അവര് പറയും ഞാൻ കയറിയിട്ടുണ്ട്, ഞാൻ ഇന്ന രീതിയിൽ കയറിയിട്ടുണ്ട്, ഇന്ന പേരിലാണ് കയറിയത്, അതുകൊണ്ടാണ് അറിയാത്തതെന്ന് പറയും. മക്കളെ പേരിലോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ ഇന്ന് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കായിട്ട് ഓരോ ലീഡേഴ്സ് വരാറുണ്ട്. എല്ലാ മീറ്റിങ്ങും ഇമ്പോർട്ടൻസ് ഉള്ള മീറ്റിംഗ് ആണ്. അപ്പൊ അതിന് പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ ഓരോരുത്തരും കയറണം. തിങ്കളാഴ്ച ആകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സന്തോഷമാണ് അല്ലേ? എന്താ തിങ്കളാഴ്ച ആകുന്ന സമയത്തുള്ള സന്തോഷം? നമ്മളുടെ മൈൻഡിന് ഏറ്റവും ഒരാഴ്ചത്തേക്കുള്ള ഒരു എനർജി, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ നൽകുന്ന നമ്മളുടെ പവർ ബാങ്ക് ഉണ്ട്. നമുക്ക് 2-3 പവർ ബാങ്ക് ഉണ്ട് അല്ലെ? അത് ആരൊക്കെയാണ് 2-3 പവർ ബാങ്ക്? നമ്മളുടെ ഗ്രേറ്റ് ലീഡർ നിഷാന്ത് സാറും, അതേപോലെ തന്നെ നമ്മളുടെ അൽതാഫ് സാറും, അതേപോലെ തന്നെ നമ്മളുടെ ഇസ്മായിൽ സാറും അല്ലെ? അപ്പൊ ഇവരുടെ പ്രോഗ്രാമിന്റെ ദിവസം എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ ആ സമയത്ത് എല്ലാവരും കംപ്ലീറ്റ് കേൾക്കാറുണ്ട്. പക്ഷെ ഇത് എന്തോ ഒരാഴ്ചത്തേക്കുള്ള നമ്മളുടെ ഒരു പവർ ബാങ്ക് ആണ്. അത് ഓരോരുത്തരും മാക്സിമം എത്രത്തോളം ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നോ അവർക്കൊക്കെ ഒരാഴ്ചത്തേക്കുള്ള ഒരു പവർ കിട്ടും. അപ്പൊ എന്തായാലും വലിയ രീതിയിൽ എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ കഴിയട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അതായത് ആക്ടിവിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ പ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രൗണ്ട് വർക്കിനെ കുറിച്ചും ഫീൽഡ് വർക്കിനെ കുറിച്ചൊക്കെ നമ്മളുടെ ഗ്രേറ്റ് ലീഡർ നിഷാന്ത് സാർ ഇന്നലെ സംസാരിച്ചു. അപ്പൊ ആ ഒരു പ്രവർത്തനം എന്നൊന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ അല്ലെ? പക്ഷെ ആ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അതൊരു പ്ലാനിങ്ങോട് കൂടെ ആണെങ്കിലാണ് നമ്മൾ വിചാരിച്ച 100% വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാം. വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഹോം മീറ്റിംഗ്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു പ്ലാനിങ് ഇല്ലാത്തൊരു വർക്കാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതടിയെ പോലെ ആയിരിക്കില്ലേ? അതിനൊരു ലക്ഷ്യം ഉണ്ടാവില്ല. ആ കറക്റ്റ് നമ്മളുടെ പ്ലാനിങ്ങോട് കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതിൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പ്ലാനിങ് ഏതായിരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ ഏറ്റവും കൂടുതൽ വെൽനെസ്സിനാണ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെ? വെൽനെസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാലഘട്ടത്തിനനുസരിച്ച് അതിശക്തമായി വിജയിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് 2030 വരെയുള്ള പ്ലാനിങ്ങും ചുരുങ്ങിയ കാലഘട്ടത്തെ ഏറ്റവും സുവർണാവസരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ?
ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു മേഖലയിൽ എത്തി നമ്മള് ഫ്യൂച്ചർ പ്ലാനിങ്ങിന് പറ്റിയ ഒരു സംരംഭത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ പ്ലാനിങ്ങില് നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി കറക്റ്റ് ആണ്, പ്രൊഡക്റ്റ് കറക്റ്റ് ആണ്, സിസ്റ്റം കറക്റ്റ് ആണ്, അപ്ലയൻസും കറക്റ്റ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആവേണ്ട ഒന്ന് നമ്മൾ ഇനി കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളുടെ ഒരു പ്ലാനിങ് ആണ്. നമുക്ക് ഈ ഒരു വർഷം തികയുന്ന സമയത്ത് ആ ഒരു പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും വേണ്ട, നമ്മളുടെ നാട്ടില് കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അല്ലെ. ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു. അത് കമ്പ്യൂട്ടർ യുഗം വന്ന സമയത്ത് നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെ വന്ന സമയത്ത് നമ്മളുടെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും തൊഴിൽ സാധ്യത ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതേപോലെ തന്നെ NRI നമ്മളുടെ നാട്ടിലേക്ക് പോയി ഗൾഫിൽ വിദേശത്ത് പോയി ജോലി ചെയ്തിരുന്ന പല ആളുകളും ഒന്നും അല്ലാതെ നാട്ടില് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ മക്കളെ നമ്മൾ വലിയ രീതിയിലുള്ള പഠനങ്ങളൊക്കെ കൊടുത്ത് വിദേശത്തേക്ക് ജോലി നമ്മൾ വിടുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട് അല്ലെ. അധിക പേര് എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ വളർന്നു വരുന്ന മക്കള് നമ്മളുടെ നാട്ടിൽ ജോലി ഇല്ലാത്തതിന്റെ പേരില് പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു പോവുകയാണ് അല്ലെ. നമ്മൾ പഠനം പൂർത്തിയാക്കി വലിയ രീതിയിലുള്ള കടങ്ങളൊക്കെ സമ്പാദിച്ചു വെച്ച് മക്കളെ പഠിപ്പിച്ച് അവർക്ക് നമ്മളുടെ നാട്ടിൽ ഒരു ജോലി കിട്ടാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവരെ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളോട് കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വിദേശത്തേക്ക് പറഞ്ഞയക്കാണ്. പക്ഷെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മളുടെ മക്കൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയോ അവരാഗ്രഹിക്കുന്ന ഒരു വരുമാനോ വിദേശത്ത് പോയാൽ ഇന്ന് കിട്ടാനില്ല എന്ന വസ്തുത നമ്മൾ അവിടെ പോയി അവിടുന്ന് തിരിച്ച് 1 മാസം 2 മാസത്തിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് തിരികെ തന്നെ പോരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക വേണ്ടില്ലായിരുന്നു എന്നുള്ളത് അല്ലെ. പക്ഷെ ഇന്ന് നമ്മളുടെ നാട്ടിൽ നിന്നിട്ട് തന്നെ വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ നൈസായിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ മറന്നോ അതോ ആ മറന്ന പോലെ നടിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നമ്മളുടെ മക്കളെ വിദേശത്തേക്ക് വിടുന്ന ആളുകള് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവിടെ ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്താണ്, എത്രത്തോളം നിങ്ങൾ ഉദ്ദേശിച്ച അവർ പഠനം പൂർത്തിയാക്കി പോയതിനു ശേഷം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നമ്മളുടെ മക്കളെ ഒക്കെ തന്നെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ മക്കളെയൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ കൊണ്ടുവന്ന് വലിയ രീതിയിൽ അവർക്കും നമ്മളോടൊപ്പം നിന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ മക്കൾക്ക് പ്ലാനിങ് നമ്മൾ ചെയ്തു കൊടുക്കണം. ആ രീതിയിൽ പ്ലാൻ ചെയ്ത പ്രകാരം നമുക്ക് ഓരോരുത്തർക്കും നമ്മള് ഈ ഒരു പ്ലാനിങ് കറക്റ്റ് ആയി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതില് ഒന്നാമത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് അല്ലെ. ഒന്നാമത്തെ കാര്യം നമുക്ക് എഴുതി വെക്കാം. ടൈം മാനേജ്മെന്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, അതായത് ടൈമിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അല്ലെ. ഓരോന്നിനും ഇത്ര സമയം. എന്റെ ഒരു ദിവസം ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നത് ഓരോ മണിക്കൂറിലും എന്റെ കാര്യങ്ങൾ ഞാൻ തലേ ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. രാവിലത്തെ ഫുഡാണെങ്കിലും അതേപോലെ മക്കളെ വിടുന്ന കാര്യത്തിലാണെങ്കിലും എന്റെ ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും എന്റെ കുളിക്കാനുള്ള ടൈമും അലക്കാനുള്ള ടൈമും ഇന്നത് വഴി ചെയ്തെങ്കിലേ കറക്റ്റ് സമയത്ത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വിചാരിച്ച ടൈമിൽ എത്താൻ കഴിയുള്ളൂ. എങ്കിൽ തന്നെ പല സാഹചര്യത്തിലും 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് വൈകാറുണ്ട് നമ്മൾ വിചാരിച്ചതിന്റെ മുന്നേ ഒരുങ്ങിയാൽ തന്നെ. അപ്പൊ ഒരു ദിവസം തന്നെ ഒരേ കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ ആകെ ഡിസോർഡർ ആവും. ഒരു കാര്യം നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. കുളിക്കാൻ കയറുന്നത് ഇത്ര സമയത്താണെങ്കിൽ മൂളിപ്പാട്ടും പാടി കുളിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ സമയവും കുളിക്കാം അല്ലെ. നേരെ മറിച്ച് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. അതും കുളിയാണ്, 1 മണിക്കൂർ സമയത്തും കുളിയാണ്. കാര്യം കറക്റ്റ് ഒന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ സമയത്തിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള കാര്യങ്ങൾ ഇത്ര സമയത്ത് ഞാൻ ഇന്ന കാര്യത്തിന് ഒരുങ്ങിയ ഇന്ന സമയത്ത് അത് കഴിയും എന്ന തീരുമാനത്തോടു കൂടെ നമ്മൾ എണീക്കുന്ന സമയത്ത് കൃത്യത വേണം, കിടക്കുന്ന സമയത്ത് കൃത്യത വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റും. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ കണ്ട സംഗതികളൊക്കെ നിങ്ങൾ ഒരേ സമയത്ത് ചെയ്യാറുള്ളത്? വേറെ ഒന്നുമല്ല, നമ്മളുടെ ടൈമിന് എന്തുണ്ടാവും, ഒരു കറക്റ്റ് നമ്മൾ ആ ഒരു കറക്റ്റ് പ്രകാരം മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു സമയം ഓരോന്നും ചെലവഴിക്കുന്നതും അത് ഇന്ന സമയത്ത് ഇന്നതിന് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ നമുക്ക് സമയം കിട്ടാറുണ്ട്.
അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ ഏതൊരു വ്യക്തിയും ചെയ്യുന്ന പോലെ, ഒരു ജെൻസും ലേഡിയും കൂടി വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ട്. ഈ പല ആളുകളും പറയും, എനിക്ക് കുട്ടികളെ സ്കൂളിൽ പോവാണ്ട്, മദ്രസയിൽ പോവാണ്ട്, അതേപോലെ കോളേജിൽ പോകാണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറയും അല്ലെ. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെ പോലത്തെ സാധാരണ വീട്ടമ്മമാരും ഇതിന് ഇറങ്ങുന്നത്. അതിന്റെ കൂട്ടത്തില് പല സമയത്തും ജെൻസിനെ അപേക്ഷിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടേതായ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഡ്രസ്സ് അയൺ ചെയ്യാനും അതും ഒരു പക്ഷേ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടാവും, നിങ്ങളുടെ വാഹനം ഒന്ന് കഴുകാനാണ് ഉണ്ടാകുക. പക്ഷെ ഞങ്ങളെ അപേക്ഷിച്ച്, ലേഡീസിനെ അപേക്ഷിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ആളുകളും ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ലേഡീസിനെ ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ചെയ്യല്. ഞാൻ ഇറങ്ങുന്ന വാഹനമാണെങ്കിലും ഡെയിലി അത് കഴുകണ കാര്യങ്ങൾ വരെ ഒരു കറക്റ്റ് നിശ്ചിത സമയത്തിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് സമയമല്ല എന്നുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചുണ്ടാവാറില്ല. ഓരോ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ചെയ്യാറുണ്ട്. അതിന്റെ കൂട്ടത്തില് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ എന്തൊക്കെ നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സമ്പത്തിലും നമ്മൾ സംരക്ഷണം നൽകാനാണ് ഈ ബിസിനസ്സിൽ വന്നത്. സമ്പത്തിൽ സംരക്ഷണം നൽകുന്ന പോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിൽ നമ്മൾ സംരക്ഷണം നൽകണം അല്ലെ. ഈ സമ്പത്തൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള ഒരു ആരോഗ്യം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്താ അതുകൊണ്ടൊരു ഗുണമുള്ളത് അല്ലെ. അപ്പൊ ആ സമയത്ത് കറക്റ്റ് സമയത്ത് ബോഡി വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റ് കഴിക്കുന്നതിന്റെ കൂട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് കഴിക്കൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ബോഡിയെ നമ്മൾ കറക്റ്റ് അതിന്റെ ആരോഗ്യത്തോടെ ഹെൽത്തിയോട് കൂടെ മുന്നോട്ട് കൊണ്ടുപോകൽ അത്യാവശ്യമാണ്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള ഉമ്മമാർക്കൊന്നും പ്രത്യേകിച്ച് ഒരു എക്സസൈസോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ചെയ്യാനില്ലായിരുന്നു. ഇന്നത്തെ ഉമ്മമാരെ അപേക്ഷിച്ച് പറയാണ് എന്നുണ്ടെങ്കിൽ എല്ലാം സ്വിച്ചിൽ ഒതുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഞാനടക്കം ചെയ്യുന്നത് അതാണ് അല്ലെ. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയെ നമുക്ക് നോക്കാൻ ടൈം ഉണ്ടാവില്ല. പക്ഷെ അതിന് ടൈം കണ്ടെത്താൻ എത്തുന്നതിന്റെ മുന്നേ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു 2 മാസമായിട്ട് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ബോഡി ക്ലിയർ ആക്കാൻ ഞാൻ അതിനുള്ള ടൈമും കൂടെ കണ്ടെത്തണം എന്ന് തോന്നിയ സമയത്ത് ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം കൂടി എനിക്ക് എന്റെ വീട്ടമ്മ ജോലിയും എല്ലാ കാര്യം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതിന് പോലും ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കുന്നുള്ളതാണ്. അപ്പൊ അതെ, എല്ലാവർക്കും 24 മണിക്കൂറേ ഒരു ദിവസം ഉള്ളൂ അല്ലെ. ആ 24 മണിക്കൂറിൽ നമ്മൾ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടെ കൊണ്ടുപോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതായത് ആശയവിനിമയം നടത്തുക. നമ്മളുടെ ചെയ്യുന്ന ജോലി, പ്രത്യേകിച്ച് നമ്മൾ എന്തിനെ കുറിച്ചാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത് നമ്മളുടെ ബിസിനസിനെ കുറിച്ചാണ് അല്ലെ. നമ്മളുടെ ബിസിനസിനെ കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വ്യക്തമായിട്ട് നമുക്കൊരു ആശയവിനിമയം നമ്മളുടെ അപ്ലൈൻ ആയിട്ട് നമ്മളുടെ മെന്ററായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം. അതേപോലെ നമ്മളുടെ കീ ലീഡർ ആയിട്ടുള്ള നമ്മളുടെ ഫില്ലറായിട്ട് ഫസ്റ്റ് ലെയർ ലീഡർഷിപ്പ്, അതേപോലെ സെക്കൻഡ് ലെയർ ലീഡർഷിപ്പ്, ഇങ്ങനത്തെ ആളുകളോട് നമ്മൾ അന്നാന്നത്തെ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കണം. അതേപോലെ ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കണം. വളരെ വ്യക്തമായിട്ട് നമ്മളുടെ പ്ലാനിങ്ങിൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലേ അവർക്കും കൂടെ ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതിന് നമ്മൾ അപ്ലൈനോട് സംസാരിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ മെന്ററോട് ഇതിന്റെ റൂട്ട് പോകുന്നത് ഇന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇന്ന രീതിയിൽ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം നമ്മളെ മെന്ററോട് സംസാരിക്കണം. മെന്ററോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ ടീം അംഗങ്ങളോടും വളരെ കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം, എന്റെ പ്ലാൻ ഇന്നതൊക്കെയാണ് കേട്ടോ, ഇന്ന രീതിയിലാണ് എന്റെ കാച്ചിങ്ങിൽ ഉള്ളത്, ഇന്ന ആളുകളാണ്, നിങ്ങളിലൂടെയാണ് ഞാൻ ഈ ബിസിനസ് വലിയ രീതിയിൽ ഗ്രോത്ത് കാണുന്നത് എന്നുള്ളത് നമ്മളെ ലീഡേഴ്സിനോട് നേരിട്ട് നമ്മൾ സംസാരിക്കണം. നേരിട്ട് സംസാരിക്കുമ്പോഴേ അവരിലൂടെ ഇന്ന ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് തോന്നുമ്പോഴേ അവർ നമ്മളുടെ കൂടെ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടെ ഒപ്പം നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആശയവിനിമയം ഈ ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യമാണ്. അതേപോലെ മൂന്നാമത്തേത് മണി മാനേജ്മെന്റ് ആണ്. പൈസ ചെലവാക്കുന്ന സ്ഥലത്തും തന്നെ നമ്മൾ അതിനൊരു കറക്റ്റ് എല്ലാ കാര്യത്തിനും ഉള്ളത് പോലെ തന്നെ നമ്മളുടെ പൈസ മണി മാനേജ്മെന്റിലും അത്യാവശ്യമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ വളർന്ന സമയത്ത് ഉള്ള ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മളുടെ കുടുംബത്തിൽ നിന്നൊക്കെ കുട്ടികളാണ് സമയത്ത് നമുക്ക് സ്കൂളുകളിൽ നിന്നൊന്നും പൈസ മണി മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല അല്ലെ. പക്ഷെ നമ്മളുടെ കുട്ടികൾക്ക് നമുക്കാണെങ്കിലും നമ്മളെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒരു പെരുന്നാൾ വരുന്ന സമയത്തും ഓണം വരുന്ന സമയത്തും വിഷു വരുന്ന സമയത്തൊക്കെ നമ്മുടെ കുട്ടികളിൽ ധാരാളം പൈസ കിട്ടാറുണ്ട് അല്ലെ. പൈസ
കൊടുക്കുന്ന ഒരു രീതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുപുറങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികൾക്കൊരു പിന്നെ ഓണത്തിന് ക്യാഷ് കൊടുക്കുക, പെരുന്നാളിന് ഒരു പെരുന്നാൾ പൈസ കൊടുക്കുക, വിഷുവിന് വിഷു കൈനീട്ടം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആവുമ്പോ അധിക കുട്ടികൾക്കും ഉള്ള ഒരു കാര്യം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെ അത് ചെലവാക്കണം എന്നുള്ളത് യാതൊരു ചിന്ത ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവര് അവിടെ മുന്നോട്ട് പോവുക ചെയ്യല്ലേ. ആ പൈസ തീർന്നാ തീർന്നു. പക്ഷെ അവർക്ക് എങ്ങനെ ഈ ക്യാഷ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്കണം എന്നൊരു ചിന്ത ചെറുപ്പം മുതലേ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് നമ്മുടെ കുട്ടികൾ പൈസ മാനേജ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടികൾക്കും കൂടെ ഉണ്ടാവും, അതേപോലെ നമുക്കുണ്ടാവും. നമ്മളെ സ്കൂളുകളിൽ നിന്നൊന്നും അത് നമ്മളെ വ്യക്തമായ ഒരു പഠനം നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല, അല്ലെ? അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് എന്തുണ്ടാവും, അവർക്ക് സ്വന്തമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ കൂടെ പഠിക്കുന്ന പല കുട്ടികളും നമ്മൾ കാണാറുണ്ട്. പഠിക്കുന്ന സമയത്ത് അവരെ കൂട്ടുകാർ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത് ആ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി കാണാറുണ്ട്. എന്റെ കൂട്ടുകാരൊക്കെ എന്നതാണ് കൊടുക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാനും അതാണ് കൊടുക്കുന്നത്. ഇതിൽ ഭാവിയിൽ എന്താണ് ഈ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്, ഇതുകൊണ്ട് ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ ഫ്യൂച്ചറിൽ നിനക്ക് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്നൊരു കുട്ടിക്ക് നമ്മൾ റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടും ആ കറക്റ്റ് കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരെന്താ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്ന പല കുട്ടികളെയും നമ്മൾ കാണാറുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇതിന്റെ ഫ്യൂച്ചറൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് ഗോൾ സെറ്റിംഗ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് നമുക്ക് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു വെള്ളത്തിൽ കൂടെ പൊങ്ങി പോണ ഒരു മരത്തടി അത് എവിടുക്കോന്നില്ലാതെ വെള്ളം നീങ്ങണതിനനുസരിച്ച് നീങ്ങിപ്പോകൂലേ. എവിടേക്കാണോ ആ വെള്ളം ഏത് ദിശയിലേക്കാണോ ഒഴുകണത് അത് അങ്ങും ഇങ്ങും തങ്ങിയും തടഞ്ഞും അതിനൊരു ലക്ഷ്യസ്ഥാനം ഇല്ലാതെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഇന്ന സമയത്ത് ഈ ഒരു മാസത്തേക്കുള്ള ഒരു പ്ലാനിങ്, ഇന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒന്നും വേണ്ട, ഈ ഒരു മാസം മന്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ് അടിച്ചിരിക്കണം, ഈ ഒരു മാസം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലോയൽറ്റി ബോണസ് അടിച്ചിരിക്കണം, ഇന്റെ ടീമിൽ ഇത്ര അംഗങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് അച്ചീവർ ആവണം, ഇന്റെ ടീമിൽ ഇത്ര അംഗങ്ങൾ ലോയൽറ്റി ബോണസ് അച്ചീവർ ആണ് എന്നൊരു ഫ്യൂച്ചർ നമുക്ക് വേണം, നമ്മുടെ ടീം അംഗങ്ങൾക്കും വേണം. ഇങ്ങനെ ഒരു മാസത്തേക്കുള്ള ഒരു പ്ലാനിങ്, ഒരാഴ്ചത്തേക്ക് പ്ലാനിങ്, അതായത് ഒരാഴ്ചയിൽ വരുമാനം എനിക്ക് 1000 രൂപ ഇന്ന് കിട്ടിയിട്ടുള്ളൂ, ഈ ആഴ്ചയിൽ എനിക്ക് ഈ ബുധനാഴ്ച വന്നപ്പോ എനിക്ക് 1000 രൂപയാണ് കിട്ടിയത്, പക്ഷെ അടുത്ത ആഴ്ച 2000 രൂപയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് എത്ര ആളുകളെ ഞാൻ കാണണം എന്ന ഒരു ഷെഡ്യൂൾ പ്രകാരം ഒരാഴ്ചത്തേക്കുള്ള വർക്കെങ്കിലും മിനിമം നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരാഴ്ചത്തേക്കുള്ള അധിക പേരുടെയും പ്രശ്നം എന്താണ്, ടീം വിളിക്കണ സമയത്ത് ഇന്ന് നിങ്ങൾക്ക് ഒഴിവുണ്ടോ സാറേ, ഇന്ന് നിങ്ങൾക്ക് ഒഴിവുണ്ടോ, അല്ലെങ്കിൽ മാഡം നിങ്ങൾക്ക് ഒഴിവുണ്ടോ ചോദിക്കുന്ന സമയത്ത് എന്നാ ഇന്ന് നമുക്ക് പോകാം, അല്ലെ? അപ്പക്കപ്പളി ഉണ്ടാക്കുന്ന പ്ലാനാണ് അധിക പേർക്കുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ള വർക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ വർക്ക് ഒരിക്കലും മുടങ്ങൂല ആ സമയത്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ വർക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ വർക്ക് എത്ര എണ്ണം എന്നുള്ളതും കൂടെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഒരു 5ഓ 8ഓ വർക്ക് ഒരു വ്യക്തിക്ക് നമ്മൾ പ്ലാൻ ചെയ്താലേ ഒരു ദിവസം ഒരു 4ഓ 5ഓ ആളുകളെ തന്നെയെങ്കിലും നമുക്ക് 2ഓ 3ഓ ആളുകൾ മിസ്സായാലും നമുക്കൊരു 4-5 ആൾക്കാരെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ പുതിയതായി വന്ന ആളുകൾ നിങ്ങൾ വർക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. ഒരു 8 ദിവസം നിങ്ങൾക്ക് പോകാനുള്ള ആളുകൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കണം. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് തൊട്ട് ഇന്ന സ്ഥലം വരെയുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന ആളെ വർക്ക് പ്ലാൻ ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയോട് ചോദിക്കുക, നിങ്ങൾക്ക് എവിടെയാണ് ആളെ കാണാനുള്ളത്, ഏത് സ്ഥലത്താണ്, അവരെ പേരെന്താണ്, ആ പേര് എഴുതി വെക്കുക, ആ സ്ഥലം കറക്റ്റ് ചെയ്യുക. ആ സ്ഥലം ആ പേരും കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു പക്ഷേ 5-8 ആളുകളെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നിട്ടുണ്ടാവും, ഇന്ന് അവരെ കാണാൻ പറ്റൂല, ഇന്ന് ഇവരെ കാണാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, നീ പ്ലാൻ ചെയ്ത ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആള് അവരെ നമുക്ക് ഇന്ന് കണ്ടൂടെ, അതല്ല ഇന്നോടത്ത് വിചാരിച്ച ആളെ നമുക്കൊരു വർക്കിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്ഥലം തൊട്ട് നെട്ടോട്ടോട് കിഴക്കേ തലക്കൊരു വർക്കാണെങ്കിൽ ഒന്ന് പടിഞ്ഞാറേ തലക്കായിരിക്കും വർക്കിലെ, ഒന്ന് നേരെ വടക്കോട്ടായിരിക്കും. ഈ രീതിയിൽ നമ്മൾ വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ വളരെയധികം ചെലവേറിയ ഒരു ഫോളോ അപ്പോ അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. നേരെ മറിച്ച് ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് അറിയില്ല, ഈ രീതിയിൽ പുതിയതായി വന്ന ആളുകൾക്ക് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് വിളിക്കുന്ന ദിശയിലേക്ക് നമുക്ക് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കും കഴിയൂല, നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയൂല. നേരെ മറിച്ച് ഒരു ആഴ്ചത്തേക്കുള്ള ഒരു വർക്ക് പ്ലാൻ ചെയ്ത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരാഴ്ച ആളെ കാണാനില്ല എന്നുള്ള ഒരു സംഭവം നിങ്ങളുടെ ടീമിൽ ഉണ്ടാവില്ല. നിങ്ങൾ വർക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ പ്ലാൻ ചെയ്യുക, എവിടെയാണ് വർക്ക്, ഏതാണെന്നുള്ളത് ഈ രീതിയിൽ നമ്മൾ
പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് നമ്മൾ ഓരോരുത്തരുടെ ടീമിനുണ്ടാവും. അതിനെന്തുവാ, അതേപോലെ തന്നെ റാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്തും വർക്ക് പ്ലാനിങ് മാത്രമല്ല, നമ്മൾ ഗോൾ സെറ്റ് എന്ന് പറയുന്നത്, ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്ന, നമ്മൾ നേടാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ടൈം പീരീഡ് വെക്കുക. ഇന്ന മാസത്തിന്റെ ഉള്ളിൽ ബെറി സ്റ്റാർ, അന്ന മാസത്തിന്റെ ഉള്ളിൽ ബെറി ഡബിൾ സ്റ്റാർ, 3 മാസം കഴിയുന്ന സമയത്ത് DC, അതിലേക്ക് എത്ര വോളിയം, അതിനു വേണ്ടി ആരൊക്കെ, ആരിലൂടെ, ഇവിടെ ഇറക്കേണ്ട ലീഡേഴ്സിന് ആരൊക്കെ കൂടെ പോയാലാണ് പെട്ടെന്ന് വിജയിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള വിജയം നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ പറ്റും, അല്ലെ? പിന്നെ അതേപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഏത് പരിസ്ഥിതിയിലും ജീവിക്കാനുള്ള കഴിവുണ്ടാവണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഏത് പരിസ്ഥിതിയിലുള്ള സാഹചര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്തിനും തയ്യാറാവണം. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, ടീമിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട സമയങ്ങൾ വന്നേക്കാം, വലിയ പ്രശ്നങ്ങൾ വന്നേക്കാം. ഇതിനൊക്കെ ഏത് സിറ്റുവേഷനിലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട്, ഒരു ഒഴിഞ്ഞ പാത്രത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ഒഴിക്കാൻ പറ്റുള്ളൂ, അല്ലെ? നിറഞ്ഞു നിൽക്കുന്ന ഒരു പാത്രത്തേക്ക് നമ്മൾ ഒന്നും വിളമ്പാൻ പറ്റൂല. അപ്പൊ എന്ന പോലെ നമ്മൾ ഏത് ഷേപ്പാണോ, വെള്ളത്തിന്റെ ഷേപ്പ് എന്താണ്? വെള്ളത്തിന്റെ ഷേപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല, അത് നിൽക്കുന്ന പാത്രത്തിന്റെ ഷേപ്പാണ് വെള്ളത്തിന്റെ ഷേപ്പ്, അല്ലെ? അപ്പൊ നമ്മളുടെ സിറ്റുവേഷൻ എന്താണോ, അതല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ നമ്മളുടെ ടീം അംഗങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ, നമ്മളോട് ഇങ്ങോട്ട് എന്ത് പറയണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് പകരം പല സമയത്തും പല ആളുകൾക്കുള്ള പ്രശ്നം എന്താണ്, അവരോട് ഇന്നോട് അതല്ലേന്ന് പറയേണ്ടിയിരുന്നത്, ഇന്നതേന്നു, അല്ലെ? അങ്ങനെ നമ്മൾ പല ആളുകളും ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിന് പകരം നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഒരാളിൽ നിന്ന് ഇന്നത് ആഗ്രഹിക്കണം, ഇന്നതാണ് നമ്മൾ ഒരാളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ്, ഫ്രസ്ട്രേഷനാണ്, ടെൻഷനാണ്, നമ്മളോട് ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ഒരാൾ നമ്മളോട് എന്ത് പറയണോ എന്നുള്ളത് നമ്മളുടെ തീരുമാനത്തിലല്ല, അത് അവരുടെ തീരുമാനത്തിലാണ്. എന്തും പറയാം, അല്ലെ? എന്തും കേൾക്കാനുള്ള ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്തും പറയാനുള്ള ഒരു മൈൻഡ്, പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് പറയണം. ഇങ്ങോട്ട് എന്തും ഒരാൾ പറയുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂലല്ലോ, പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സൂക്ഷിച്ച് പറയാൻ പറ്റും. ഓരോ കാര്യങ്ങളും കറക്റ്റ് ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ, അല്ലെ? ആ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഒരു സങ്കടം ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് നമ്മളെ വീട്ടിലെ സിറ്റുവേഷൻ തന്നെ ഭയങ്കര മോശമായിരിക്കും, അതേപോലെ തന്നെ നമ്മളുടെ ടീമിൽ നിന്നുള്ള സംഭവങ്ങൾ വളരെ മോശമായിരിക്കും. പക്ഷെ ഇതൊന്നും മറ്റുള്ളവർക്ക് അറിഞ്ഞോളണം എന്നില്ല. ഒരു ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വിചാരിച്ച് മറ്റേ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾ നമ്മൾ മറ്റേ ടീമിനോട് സംസാരിച്ച് എന്ത് ചെയ്യരുത്, അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ടെൻഷൻ നമ്മൾ കൊടുക്കരുത്. അപ്പൊ ആ രീതിയിൽ ഒരു ടീമിനോട് ഒരു കാര്യം സംസാരിച്ച് വരുന്ന സമയത്തായിരിക്കും മറ്റൊരു ടീമിന്റെ വേറൊരു പ്രശ്നങ്ങൾ. പക്ഷെ ഇതെല്ലാം പാടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഒഴിഞ്ഞ ഒരു പാത്രമായി നമ്മളുടെ മനസ്സും നമ്മുടെ ശരീരം ആ രീതിയിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ലീഡർ, എപ്പോഴും ഒരു ലീഡർ ഒരു ടീമിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും തയ്യാറായിരിക്കണം. എനിക്ക് അതിനൊന്നും ടൈമില്ല, എന്നോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇന്ന രീതിയിലായിരുന്നു, ഇന്ന രീതിയിലാകാനേ എനിക്ക് പറ്റുള്ളൂ എന്ന് ഈ ബിസിനസ്സിൽ ഒരിക്കലും നമുക്ക് ആക്കാൻ പറ്റൂല. നമ്മൾ നമ്മളുടെ ടീമിനും നമ്മളുടെ അപ്ലൈമാർക്കും മുന്നിൽ നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങാനും അതേപോലെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100 കണക്കിന് ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നമ്മൾ ഒരു ഈഗോ കാണിച്ച് അല്ലെങ്കിൽ ഒരു വാശി കാണിച്ച് നമ്മൾ മറ്റുള്ളവരോട് മിണ്ടാതെ നമ്മളൊരു എന്താ പറയാ, നമ്മൾ തന്നെയാണ് എല്ലാം എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു. നമുക്ക് നമ്മളുടെ ടീം അംഗങ്ങൾ നമ്മളൊന്നും അല്ല എന്നുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ വന്നാൽ തന്നെ നമുക്ക് വലിയ വിജയങ്ങളിൽ എത്താൻ പറ്റും. നമ്മളൊരു സംഭവമാണ്. ഒരു ടീം കോർഡിനേറ്റർ ആവുന്ന സമയത്ത് അധിക പേർക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഞാൻ എന്തോ ഒരു സംഭവമായിട്ടുണ്ട് എന്നൊരു തോന്നലാണ് പല ആളുകൾക്കും. ഇവിടെയാണ് പ്രശ്നം. ഇനി RTCയും NTCയും ഒന്നും അല്ല എന്നുള്ള ചിന്ത വന്നാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അത് ഒരു സ്റ്റേജിൽ മാത്രം കാണേണ്ട ഒന്നാണ് നമ്മളുടെ റാങ്ക്. അതല്ല അത് RTC എന്ന് പറഞ്ഞ റാങ്ക് ഒന്നുമല്ല, ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. എന്റെ മനസ്സിൽ ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരു GTSൽ കയറുന്ന സമയത്ത് മാത്രമാണ് നമ്മളുടെ റാങ്ക്. നമ്മൾ കഴിഞ്ഞു പോയ സംഭവത്തിനുള്ളതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ, നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യത്തിനാണ് നമുക്ക് കിട്ടാനുള്ളത്, അല്ലെ? നമ്മൾ ഇന്നലെ വരെ ചെയ്തച്ച റാങ്കും ഇന്നലെ വരെ ചെയ്തച്ച ഓളി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇനിയാണ് നമുക്ക്
നമുക്ക് കിട്ടാനുള്ളത്, നമ്മൾ ഇനി നേടാൻ പോകുന്ന റാങ്കിനും നേടാൻ പോകുന്ന വരുമാനമാണ് നമുക്ക് വലുത് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ കാര്യത്തിൽ ഞാൻ അത്ര വാങ്ങി ഇത്ര വാങ്ങി പറഞ്ഞതിനെ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നമുക്ക് ക്ലിയർ ആവില്ല. ഇനി നേടാനുള്ളതിനെ കുറിച്ച് അതിന് വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അത് ഏത് പരിസ്ഥിതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാവുക. അപ്പൊ എന്താവില്ല, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറയാനുള്ളത് ഇമോഷണൽ ഇന്റലിജൻസ് കൺട്രോൾ. അതായത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പല ആളുകളെയും നമ്മൾ കാണാറുണ്ട് ഈ മേഖലയിൽ. നമ്മൾ പല സ്ഥലത്തും പോണ സമയത്ത് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ വളരെയധികം ടെൻഷനോട് കൂടെ സംസാരിക്കും അല്ലെ. ചില സമയത്ത് നമ്മൾ വല്ലാത്ത രീതിയിൽ കരയും അല്ലെ. അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്. ഏത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇമോഷനിൽ എന്താണോ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റി വലിയ രീതിയിൽ നമ്മളുടെ ടീം അംഗങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് കരയും, വലിയ രീതിയിൽ കരയും അല്ലെ. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ പറഞ്ഞു പോരാനോ റെഡിയാക്കി എടുക്കാനോ കഴിയൂല. അപ്പൊ അതിന്റെ ഒരു ആവശ്യമല്ല. നമ്മള് ഇമോഷണലായിട്ട് പറയണം, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ പറയണം. എന്ന് വെച്ച് കരഞ്ഞിട്ട് സംസാരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. പിന്നെ പറയാനുള്ളത് നല്ലൊരു ക്വാളിറ്റി ടീം വർക്ക് നമ്മളെ ടീം വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ടീമിനെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അതിനെന്താണ് വേണ്ടത്? ഞാനാണ് ശരി എന്നൊരു ചിന്ത നമ്മൾ ഒഴിവാക്കണം. ഞാനാണ് ശരി എന്നൊരു ചിന്ത നേരത്തെ പറഞ്ഞത് തന്നെ അതുണ്ട്. ഞാനാണ് ശരി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടീം അംഗങ്ങൾ ഒരിക്കലും വളരൂല. നമുക്ക് എന്താണ് ഈ ബിസിനസ്സിന് വേണ്ട മാറ്റങ്ങൾ, ഇനി എന്താണ് സാറേ ഞാൻ മാറാനുള്ളത്, ഇന്നിൽ എന്താണ് ഇനി മാറ്റം വരുത്താനുള്ളത് എന്ന് നമ്മളെ നയിക്കുന്ന ലീഡറോട് നമ്മൾ ചോദിക്കണം. എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് നിഷാന്ത് സാർ. നിഷാന്ത് സാറിനോട് എപ്പോഴും ഞാൻ സംസാരിക്കാറുള്ള കാര്യമാണ്, സാറേ എന്നിൽ എന്ത് മാറ്റാണ് ഈ ബിസിനസ്സിന് വേണ്ടി വരുത്താനുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഓരോ സമയത്തും എനിക്ക് വേണ്ട ബുക്കുകൾ നിർദ്ദേശിച്ച് തരാറുള്ളത് നിഷാന്ത് സാറാണ്. അപ്പൊ ഓരോ ബുക്കുകളും വായിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കായിരുന്നു. ഈ ബുക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്ത ബുക്കാണ് കണ്ടോ, ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. നമ്മൾ മാറാൻ വേണ്ടി തയ്യാറാവണം. നമ്മൾ മാറാൻ വേണ്ടി തയ്യാറായെങ്കിൽ മൊത്തമൊക്കെ നമ്മൾ ഓരോരുത്തർക്കും പഠിക്കാനുള്ള, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊല്ലങ്ങളോളം കഷ്ടപ്പെട്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആളുകള് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അവരനുഭവിച്ച കാര്യങ്ങള് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ബുക്കിലാക്കിയ സംഭവങ്ങളാണ്. അത് നമ്മൾ വായിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ അല്ലെ. 7 Habits of Highly Effective People ഈ ബുക്കാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കഴിയാനായിട്ടുണ്ട്. ഇനി അടുത്തത് കഴിയാനായ സമയത്ത് ഞാൻ നിഷാന്ത് സാറിനോട് പറഞ്ഞിട്ട്, സാറേ എനിക്ക് ഇനി വായിക്കാനുള്ള 2-3 ബുക്ക് നിങ്ങൾ ഏർപ്പാടാക്കി തരണം. അതിന് നിങ്ങൾ എല്ലാം വെച്ചാൽ ബുക്ക് ചെയ്തിട്ട് എനിക്കത് എത്തിച്ചു തരണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പഠിച്ച് കഴിഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ടീമിനെ നയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പഠനം നമ്മൾ പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. അതിന് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു ഒന്നും അല്ലാതെ വീട്ടിലിരുന്ന ഒരു വീട്ടമ്മയാണ് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഒതുങ്ങിയല്ല ഇരിക്കണത്. ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വരുത്തിയേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം വളരാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് അറിവും കിട്ടണം അല്ലെ. ഇപ്പൊ നിങ്ങള് ജോയിൻ ചെയ്ത സമയത്തിന് ഇതിന് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാ എന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്ന് പറയും പല ആളുകളും അല്ലെ. അവരെന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് പഠിക്കണമെന്നോ പഠനങ്ങൾ നടത്തിയിട്ട് അതല്ലെങ്കിൽ ഇതിലൂടെ ടീമിനെ നല്ല രീതിയിൽ നയിക്കണം എന്നുള്ള ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. അതേപോലെ നിങ്ങൾ കാണുന്ന സമയത്ത് പറഞ്ഞിരുന്നല്ലോ 2 ആളെ കണ്ടാൽ മതി എന്നുള്ളത്. ഇപ്പൊ 2 ആളെ കണ്ടിട്ടും ഒന്നും ആയിട്ടില്ലല്ലോ, ആ 2 ആൾക്കാർ പ്രവർത്തനത്തിൽ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട് അല്ലെ. 2 ആളെ കണ്ടാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 2 ആള് 100% നമ്മളൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള 2 പേരാവണം. ആ 2 പേർക്ക് ഒരു പക്ഷേ നമ്മൾ 100 ആളെ കാണേണ്ടി വരും. നമ്മള് നിഷാന്ത് സാറിനെ പോലെയും അൽത്താഫ് സാറിനെ പോലെയും ഇസ്മായിൽ സാറിനെ പോലെയും RTC ലീഡേഴ്സ് ആയിക്കോട്ടെ, STC ലീഡേഴ്സ് ആയിക്കോട്ടെ, ഇന്ന് അതിശക്തമായ ഫീൽഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ലീഡേഴ്സിനെ എടുത്ത് നോക്കൂ. ആ ഓരോ ലീഡേഴ്സിനെ കിട്ടണമെങ്കിൽ ആ ലീഡേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്നതിന്റെ മുന്നേ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഓരോ ലീഡർമാരെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ കിട്ടുന്ന സമയത്ത് ഇത് നമ്മൾ അത്രയും നല്ലൊരു പവർഫുൾ ആയ ലീഡർ ആവുമെന്ന് വിചാരിച്ചൊന്നും അല്ല ഒരിക്കലും വന്നിട്ടുണ്ടാവുക. 11 കോടിയല്ല 12 കോടി ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരിക്കലും നിഷാന്ത് സാർ ഞാൻ വന്ന സമയത്ത് എന്നിലൂടെ അത് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത്
എത്രത്തോളം ഈ ബിസിനസ്സിലൂടെ ഒരാളൊരു വ്യക്തിക്ക് മാറ്റം വരുത്താൻ പറ്റുമോ, എത്രത്തോളം അറിവുകൾ കൊടുക്കാൻ പറ്റുമോ, മാക്സിമത്തിൽ കൂടെ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടുമാണ് ഈ ഒരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു മുബീൻ സാറ് അതല്ലെങ്കിൽ ഒരു മനോജ് സാറ് അങ്ങനെ രീതിയിലുള്ള വലിയ വലിയ ലീഡേഴ്സിനെ പോലത്തെ ആളുകൾ അവരും നമ്മളെ പോലത്തെ സാധാരണക്കാരാണ്. അവരിതിലൂടെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ട് മാറി വന്ന ആളുകളാണ് പല ആളുകളും, ഒട്ടുമിക്ക ആളുകളും, എല്ലാരും ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ തയ്യാറാണോ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച വലിയ വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാൻ പഠിച്ചിക്കണേ, എനിക്ക് ഇനി പഠിക്കാനൊന്നും ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ടീമും അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ഹോം മൈൻഡ് സെറ്റ്. ഹോം മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ വീട്ടില് ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്നാണുള്ളത് ഇറങ്ങി പോണതും നമ്മളെ വീട്ടിലേക്കാണല്ലോ നമ്മൾ കയറി വരുന്നതും അല്ലെ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആണായാലും പെണ്ണായാലും നമ്മളെ വീട്ടിലുള്ള കാര്യത്തിൽ കുറച്ച് മൈൻഡ് സെറ്റ് നമ്മൾ ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട്. അത് പല ആളുകൾക്കുള്ളത് അതൊക്കെ ഭർത്താവ് ചെയ്യേണ്ട കാര്യല്ലേ, അതൊക്കെ ആണുങ്ങൾ ചെയ്തോട്ടെ, ഇതൊന്നും പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. അതേപോലെ തിരിച്ചും പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല, ഞാനൊരു കുടുംബനാഥനല്ലേ എന്നൊരു ചിന്ത പല ആണുങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. തിരിച്ച് ലേഡീസിനും ഇതേപോലത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വീട്ടിൽ നമ്മളെ പങ്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങരുത്. അപ്പൊ അതിന് നമ്മുടെ ഹോം മൈൻഡ് സെറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഭാര്യ വർക്കിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് വർക്കിന് പോയിട്ടുണ്ട്, ഒരു ബൾബ് ആ വീട്ടിലത്തെ ബൾബ് വീസായിട്ടുണ്ട്, രാത്രി ബൾബ് വീസായിട്ട് ഭർത്താവ് വരണമെങ്കിൽ 10-12 മണി 1 മണി ആവണ വരെ ലൈറ്റ് കത്തിക്കാൻ പറ്റാതെ ഇരിക്കണ പല ലേഡീസിനെ നമ്മൾ കാണാറുണ്ട്. അതെന്താണ്? ശരിക്കും അവരെ ഹോം എന്തല്ല, അവരെ മൈൻഡ് സെറ്റ് റെഡി അല്ല. ആ ബൾബ് എങ്ങനെ ഇടണം എന്നുള്ളത് ഭർത്താവ് ഉള്ള സമയത്ത് നോക്കി പഠിച്ച് നമ്മളത് ആ ഒരു ബൾബ് ഒരു തവണ ഇട്ട് നോക്കി കഴിഞ്ഞാല് നമുക്ക് ആ ബൾബ് ഇടാൻ പറ്റും. എന്ന പോലെ തന്നെ ഭർത്താവ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസും കുറ്റി ഓൺ ആക്കാൻ പറ്റാത്ത, ഗ്യാസ് ഘടിപ്പിക്കാൻ പറ്റാത്ത പല ലേഡീസും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മുടെ കൂട്ടത്തിൽ നല്ല പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഭർത്താവ് ഉള്ള സമയത്ത് ആ ഗ്യാസും കുറ്റി ഒന്ന് ഓൺ ആക്കാനും ആ ഗ്യാസും കുറ്റി ഒന്ന് ഘടിപ്പിക്കാനും വേണ്ടിയിട്ട്, ഗ്യാസിന്റെ സ്റ്റൗമെ ഗ്യാസും കുറ്റി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരില്ലെങ്കിലും ആ കാര്യം ചെയ്യാൻ പറ്റും അല്ലെ. അത് എത്ര പേര് ഞാൻ കാണലുണ്ട്. അയലോക്കത്തു നിന്നൊക്കെ കാണാൻ പറയുന്നത് ഗ്യാസും കുറ്റി ഫിറ്റ് ചെയ്യാൻ കഴിയണില്ല, ഈ എവിടെയും ചോദിച്ചു വിളിക്കും, ഞാൻ മീറ്റിംഗ് എടുക്കാവും ചിലപ്പോ. അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം കറക്റ്റ് നമ്മളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ആണിനും പെണ്ണിനും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. എന്ന പോലെ തന്നെ ഭാര്യ ഇല്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ചെയ്യുന്ന ഒരു പണിയാണ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അല്ലെ. അവനാന്റെ കാര്യത്തിന് അവനാന്റെ വീട്ടിൽ ഒരു എന്ത് ഫുഡാണെങ്കിലും അവനാൻക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവനാന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനും, അതിനു വേണ്ടി ഇപ്പൊ ഒരു വീട് വൃത്തിയാക്കലാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ലേഡി വീട്ടിൽ നിന്ന് പോയി പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അവ വരാൻ കുറച്ച് വൈകി കഴിഞ്ഞാല് നമ്മൾ പല ആളുകളും എന്താണ് ഭക്ഷണം വരെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എടുത്ത് കഴിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ രീതിയിലുള്ള ആളുകളൊക്കെ നമ്മളതില് ഒറ്റക്ക് ലേഡീസ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ജെന്റ്സും ലേഡീസും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ജെന്റ്സ് ഒറ്റക്ക് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഹോം മൈൻഡ് സെറ്റ് ക്വാളിറ്റി അത് നമ്മൾ റെഡി ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തെ ഒരു ബുദ്ധിമുട്ടും വരില്ല അല്ലെ. പിന്നെ പറയാനുള്ളത് ഫസ്റ്റ് എയ്ഡ് സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മള് ഫസ്റ്റ് എയ്ഡ് സ്കിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ബിസിനസിന്റെ കാര്യമാണല്ലോ നോക്കേണ്ടത് അല്ലെ. നമ്മളുടെ ടീമില് നമുക്ക് ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന ടീമിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മുന്നേ കൂട്ടി അറിയാൻ കഴിയണം. മറ്റു ആളുകളുടെ പല ടീമും നിങ്ങളെ ലീഡർ അത് അറിയിക്കണം. എന്ത് ഇഷ്യൂസ് നിങ്ങളുടെ ടീമിൽ ഉണ്ടാകാൻ പോകുന്ന സമയത്ത് ഇന്ന സംഭവങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ലീഡേഴ്സിനെ അറിയിച്ചിട്ട് അതിന് നിങ്ങൾ ആ ഒരു പ്രശ്നം തീർക്കാൻ പ്രാപ്തനായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ അപ്ലൈനെ അറിയിക്കണം. അപ്ലൈൻ അറിയാതെ ഒരു പ്രശ്നം അവിടെ നടക്കുന്ന സമയത്ത് അവിടെ കൂടി താഴെത്തട്ടില് വലിയൊരു പ്രശ്നം വഷളായതിനു ശേഷം നമ്മൾ അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ആ കാര്യത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാനും കഴിയൂല, വേണ്ട രീതിയിൽ അതിൽ ഇടപെടാനും കഴിയൂല. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ടീമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ലാതിരിക്കട്ടെ, വരുന്ന ടീമാണ് ആളുകളെ മാനേജ് ചെയ്യുന്നതാണ്. ഒരു കൂട്ടം കന്നുകാലികളെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു വ്യക്തിക്ക് എല്ലാ കന്നുകാലികളെയും കഴുത്തിൽ കയറിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൈ. എന്റെ പേര് ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. ഞാൻ
ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് താനൂരാണ്. ഷോപ്പിന്റെ പേര് ദ ബേക്കിംഗ് കമ്പനി. ഒരു ഇപ്പൊ തന്റെ പാഷൻ കൊണ്ട് തുടങ്ങിയിട്ടുള്ള സ്പോട്ടിലാണ്